ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇതിലാണ് ട്യൂട്ടോറിയൽ വീഡിയോയും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന്, പിന്നെ പേഴ്സണൽ DM വന്ന് കുറേ പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്യണേ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂ കണ്ടുപോലെ തന്നെ ഒരു ലൈറ്റ് മോഷനിലൊരു ഇമേജ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അതിലൊരു ഗ്ലിച്ച് എഫക്റ്റ് എങ്ങനെ കൊടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യായിരിക്കും പറയാറില്ല, പിന്നെ ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുക, ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എൻ്റെ ഉള്ളിൽ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. നിങ്ങൾ ലൈറ്റ് മോഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, പുതിയ വെർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേഷ്യോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇഷ്ടപ്പെട്ട റേഷ്യോ. ഇപ്പോൾ ഞാനിവിടെ 4:5 ആണ് കൊടുത്തിരിക്കുന്നത്. റെസൊല്യൂഷൻ നിങ്ങൾക്ക് 720p, ഞാനിവിടെ 720p കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 180p 4K സപ്പോർട്ട് ചെയ്യണവർക്ക് 4K അങ്ങനെ കൊടുക്കാം. ഞാൻ ഫ്രെയിം റേറ്റ് 16 FPS ആണ് കൊടുക്കാറ് എപ്പോഴും, കുറച്ച് സ്മൂത്ത് കിട്ടാൻ വേണ്ടി. നിങ്ങൾക്ക് വേണ്ടി 30 FPS കൊടുക്കാം. ഓക്കെ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 30 FPS വരെയാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ലാഗ് പോലെ കാണിക്കും വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക്, ഞാനിപ്പോൾ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. വൈറ്റ്, ലൈറ്റ് ഗ്രേ, ട്രാൻസ്പാരൻറ്റ് എന്തുകൊണ്ടും കൊടുക്കാം. അതുകൊണ്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ഒന്ന് കൊടുക്കുക. കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഇമേജ് ആൻഡ് വീഡിയോ പോവുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ദുൽഖർസൽമാൻ്റെ വീഡിയോ ആണ് ആഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് അവിടെ കാണുന്ന പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോയോ ഫോട്ടോസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ ആയി കൊടുക്കുക. മുകളിലത്തെ 3 ഡോട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ ആയി കൊടുക്കുക. ഫിൽ സ്ക്രീൻ ആയി കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ ഒരു പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക. റെക്റ്റാങ്കിളിൻ്റെ കളർ ഒന്ന് ചെയ്ത് കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വൈറ്റ് ആയി കൊടുക്കുക. വൈറ്റ് ആയി കൊടുത്തു കഴിഞ്ഞിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവാം. അപ്പോൾ അവിടെ റെഡ് ഇത് കാണിച്ചു തരാം. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവാം. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്യുക. അതിനായിട്ട് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ ലിങ്കിൻ്റെ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ സൂം ഇൻ സൂം ഔട്ടിലൊന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. അതിൽ ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു ഞാൻ ഇപ്പോൾ കാണിക്കുന്ന അത്ര നിങ്ങളൊന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു ഈ ലെവലിൽ. അത് കണ്ട് റെക്റ്റാങ്കിളിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോവുക, റിപ്പീറ്റിൽ പോവുക. റിപ്പീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് എഫക്ട്സിൽ, അതിൽ പോവുക. പോയി കഴിഞ്ഞിട്ട് സ്കാറ്റർ ആൻഡ് റിപ്പീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൗണ്ട് നിങ്ങൾക്കിപ്പോൾ കൂട്ടാം. ഇപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ വൈറ്റ് കളറ് ബോക്സ് കുറയും വരും. അത് ഇപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 18 ലെവലാക്കിയിട്ട് അതിൻ്റെ റേഡിയസ് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. ഡിക്രീസ് ചെയ്ത് ഒരു 675 ആ ലെവലിലാക്കി കൊടുക്കുക. ആ ലെവലിലാക്കി കൊടുത്തിട്ട് ബാക്ക് പോവുക. ബാക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എഫക്ട്സ് പോവുക, ആഡ് എഫക്ട്സിൽ പോവുക, ഡിസ്റ്റോർഷൻ ഓർ വാർപ്പ്. അതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിലൊന്ന് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അതിനായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിലൊന്ന് സെലക്ട് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. ഡിക്രീസ് ചെയ്ത് ഒരു ഓക്കെ, ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ കൊടുത്തേച്ചാൽ മതി. ഒരു 34 ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്ക് പോവുക. സ്കാറ്റർ ആൻഡ് റിപ്പീറ്റിൽ പോവുക. സ്കാറ്റർ ആൻഡ് റിപ്പീറ്റിൽ പോയി കഴിഞ്ഞിട്ട് സീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഫസ്റ്റ് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റെക്റ്റാങ്കിൾ ലാസ്റ്റ് പോയിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എൻ്റെ ഫസ്റ്റ് കീ ഫ്രെയിമിൽ പോയിട്ട് ആ സീഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. കൂട്ടി ഒരു 1 ആക്കി കൊടുക്കുക, +1 ആക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എഫക്ട്സ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഗ്ലിച്ച് ലെവൽ കിട്ടും. സിമ്പിളാണ്. അപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളെന്ന് നിർത്തി വയ്ക്കുക. അടുത്തത് നമുക്കൊരു CC
ഒരു ഗ്ലോയിങ് CC എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.